നമസ്കാരം. വിജയവഴി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 മാർച്ച് 8 വീണ്ടും ഒരു വനിതാ ദിനത്തിലേക്ക് നാം നടന്നെടുക്കുകയാണ്. തന്റെ പ്രവർത്തന മേഖലയിൽ ആത്മസമർപ്പണം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും വിജയവഴി വെട്ടിപ്പോയ ഒത്തിരി വനിതാ സാരഥികളെ നമുക്കറിയാം. ഇന്നത്തെ വിജയവഴിയിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഓരോ വനിതയ്ക്കും പ്രചോദനം തരുന്ന വ്യക്തിത്വത്തിനുടമയായ ശ്രീമതി റാണി മോഹൻദാസ് ആണ്. വിശാലമായ ബിസിനസ് സാമ്രാജ്യമായ മോഹൻദാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സാരഥി ജി മോഹൻദാസിന്റെ പ്രിയ പത്നിയും മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജ് സെക്രട്ടറിയും നല്ലൊരു സാമൂഹ്യ പ്രവർത്തകയും കൂടിയാണ് ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി. ബിസിനസ്, സാമൂഹ്യ സേവനം, സാംസ്കാരിക മേഖലയിലെ പ്രവർത്തനങ്ങൾ തുടങ്ങി കൈവച്ച മേഖലയിലെല്ലാം വിജയം കൈവരിച്ച ഈ വനിത വനിതാ ദിനത്തിൽ സക്സസ് കേരള സ്നേഹപൂർവ്വം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു ശ്രീമതി റാണി മോഹൻദാസിന്റെ വിശേഷങ്ങൾ. നമസ്കാരം മാഡം. ഒരു സ്ത്രീ സംരംഭക എന്ന നിലയിൽ മാഡത്തിന്റെ ബിസിനസ്സിലേക്കുള്ള കടന്നുവരവ് എങ്ങനെയായിരുന്നു? ആദ്യം തന്നെ നെഗറ്റിവിറ്റി പറയാൻ എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഉള്ള സത്യം പറയണമല്ലോ. ഞാനൊരു സ്ത്രീ സംരംഭകയൊന്നും അല്ല. എൻ്റെ ഹസ്ബൻഡും കുടുംബവും എല്ലാമാണ് ഈ ബിസിനസ്സിൽ സജീവമായിട്ടുള്ളത്. പിന്നെ ആസ് എ മദർ, ആസ് എ വൈഫ്, ഞാൻ അവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നു നല്ലോണം. അത് എനിക്കത് പ്രൗഡ്ലി ഐ ക്യാൻ സേ ദാറ്റ് ഐ സപ്പോർട്ട് ദാറ്റ്. നോട്ട് ദാറ്റ് ഈ സംരംഭക എന്ന് പറയുമ്പോൾ ആക്ച്വലി അവർ ഇൻവെസ്റ്റ് ചെയ്ത് അവർ സ്വന്തമായിട്ട് പടുത്തുയർത്തുന്ന അത് എനിക്ക് അവകാശപ്പെടാനില്ല. ബിക്കോസ് ഞാനൊരു എൻ്റെ അച്ഛനും അമ്മയും ഒരു എന്താ പറയുക, എൻ്റെ അച്ഛൻ കോളേജ് പ്രൊഫസർ പ്രിൻസിപ്പളും ഒക്കെ ആയിരുന്നു. അമ്മ ദേവസ്വം ബോർഡിൽ വർക്ക് ചെയ്യായിരുന്നു. അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് ഞാനൊരു ബിസിനസ് ഫാമിലിയിലേക്ക് വന്ന് അങ്ങനെ ഞാൻ അതിലോട്ട് ഗ്രാജുവലായിട്ട് ഇൻവോൾവ് ആയതാണ്. കുഞ്ഞുങ്ങളുടെയൊക്കെ 5 പേരാണ്. അപ്പോൾ അവരുടെയൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് അവരുടെ പഠിത്തവും കഴിഞ്ഞ് അവരുടെ ജോലിയും കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ആയിക്കഴിഞ്ഞ് ഏതാണ്ട് ആയിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിലേക്കൊക്കെ കൂടുതൽ സജീവമായത്. ഓക്കെ, ഇപ്പൊ മക്കളും ബിസിനസ്സിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഓരോ ജനറേഷനിലോട്ട് മാറുമ്പോൾ അവരുടെ ബിസിനസ് ഐഡിയാസിൽ തമ്മിലുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ്? ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോ മിസ്റ്റർ മോഹൻദാസ് എന്ന് പറയുന്ന എൻ്റെ ഭർത്താവ്, അവരുടെ അച്ഛൻ, പുള്ളി ഈസ് എ സെൽഫ് മെയ്ഡ് മാൻ. തന്നെത്താനെ പടവെട്ടി പൊരുതി വന്ന ഒരാളാണ്. കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ ദേ ആർ ഓൾ ബോൺ വിത്ത് സിൽവർ സ്പൂൺ ഓർ വാട്ട് എവർ യു കോൾ ഇറ്റ്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഔട്ട്ലുക്കും അദ്ദേഹത്തിൻ്റെ ഔട്ട്ലുക്കും എന്നൊക്കെ പറയുമ്പോൾ എനിക്കതല്ലേ പറയാനൊക്കെയുള്ളൂ. മോർ ദാൻ എനി അതർ പേഴ്സൺ. കുറേ വ്യത്യാസങ്ങളുണ്ട്. പോസിറ്റീവുമാണ്, നെഗറ്റീവുമാണ്. പക്ഷെ എന്നാലും ഈ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഒരു ഇത് പടുത്തുയർത്തുമ്പോൾ ഉള്ള ആ ഒരു ഇത് ഇപ്പോഴത്തെ അടുത്ത ജനറേഷന് അവർ ദേ ടേക്ക് ഇറ്റ് ലിറ്റിൽ ബിറ്റ് ഈസി. നോട്ട് ദാറ്റ് അവർ പ്രയത്നിക്കുന്നില്ല എന്നുള്ളതല്ല, ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഐഡിയാസ് ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ തർക്കിക്കും എല്ലാം ചെയ്യും. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള അച്ഛനും മക്കളും പിന്നെ അവരൊരു സമവായത്തിലെത്തും. അതാണ് ഹാപ്പൻ ചെയ്യുന്നത്. പക്ഷേ ഓൺ ദ ബൈ ആൻഡ് ലാർജ് ഞാൻ കണ്ടിട്ടുള്ളത് പണ്ടത്തെ രീതി അല്ലല്ലോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. എൻ്റെ പ്രീവിയസ് ജനറേഷൻ, എൻ്റെ ജനറേഷൻ, എൻ്റെ കുറച്ചടുത്ത ജനറേഷൻ, ദെൻ ദി യങ്ങർ ജനറേഷൻ ഹു ഇസ് ദ ഫ്യൂച്ചർ. അവരുടെയൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ഐഡിയാസ് ആണ്. ഇപ്പം തന്നെ എനിക്കിവിടെ 5 മക്കളുണ്ട്. മൂത്ത ആളും ഏറ്റവും ഇളയ ആളുമായിട്ട് 10 വയസ്സിൻ്റെ വ്യത്യാസമാണ്. അവരിൽ തമ്മിൽ പോലും ഐ ക്യാൻ ഫീൽ ദ ജനറേഷൻ ഗ്യാപ്പ്. മനസ്സിലായില്ലേ? അപ്പോൾ നാച്ചുറലി ഇപ്പോൾ ആണെങ്കിൽ എവറിത്തിങ് ഈസ് അറ്റ് ദെയർ ഫിംഗർ ടിപ്സ്. അവർക്കൊരു ലോകം അവരുടെ കാൽ കീഴിലെന്നുള്ള മട്ടിലാണ് ഇപ്പോഴത്തെ ജനറേഷൻ. മാഡം ഇപ്പൊ ഏതൊക്കെ ഫീൽഡിലാണ്? ഞാൻ എഡ്യൂക്കേഷനിലാണ് മെയിനായിട്ട്. കോളേജിൻ്റെ ഫുള്ളി ഇൻവോൾവ് ആണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊരു റിമോട്ട് കൺട്രോളിലാണ് അതൊക്കെ നോക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ചിലപ്പോൾ സാറ് ഒരുപാട് കാര്യത്തിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ മോനും ഒരുപാട് കാര്യത്തിൽ, മക്കള് മൂത്താളും രണ്ടാമത്തെ ആളും ഒക്കെ ഇൻവോൾവ് ആണ്. പക്ഷെ അവരിൽ ഞാൻ എൻ്റെ ഒരു 6th സെൻസിൽ എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ അവരെ അറിയിക്കും. അപ്പോൾ അവർ ആക്ഷൻ എടുക്കും.
അങ്ങനത്തെ ഒരു രീതിയാണ് ഞാൻ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. നോട്ട് ദാറ്റ് എനിക്ക് ഒരു ചെക്ക് സൈൻ ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ, അതിൻ്റെ ബാക്കി വശങ്ങളൊന്നും എനിക്കറിയില്ല. ടാക്സോ ബാക്കിയുള്ള കാര്യങ്ങളോ നത്തിങ് ഐ എം അവെയർ ഓഫ്. ബട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം എനിക്കൊരു ഇൻസൈറ്റും ഇതൊക്കെ ഉണ്ട്. അത് വെച്ച് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ബാക്കി അവരെ മാത്രമല്ല, ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ദൈവം എനിക്കൊരു അനുഗ്രഹം തന്നിട്ടുണ്ട്. ലൈക്ക് ഓരോരുത്തരെ ഗൈഡ് ചെയ്യാനും. ഞാനൊരു സൈക്കോളജിക്കൽ കൗൺസിലർ ഒന്നും അല്ല, പക്ഷെ ഒരുപാട് പേര് ഒരു നല്ല വഴിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു ചാരിതാർത്ഥ്യം എനിക്ക് അങ്ങേയറ്റം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡായി അതെ. മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുമായിട്ടൊന്ന് ഇതായിട്ട് നിൽക്കാൻ എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്? ഭയങ്കര പാടാണ്. പ്രത്യേകിച്ചും ഒരുപാട് ഞാൻ പറയും, പണ്ടൊരു ഇത് പ്രതിഭാസം ഉണ്ടായിരുന്ന ഈ ബ്യൂട്ടി പാർലേഴ്സാണ്. ബ്യൂട്ടി പാർലർ ഒക്കെ തുടങ്ങിയ കാലത്ത് എൻ്റെ കല്യാണ സമയത്തൊക്കെ ആകെ 1 or 2 ഉള്ളൂ. അവരിലൊരാളാണ് ജെയിൻ എന്ന് പറഞ്ഞ ലേഡിയാണ് എന്നെ, എനിക്കതേ അറിയുള്ളൂ. പിന്നെ എനിക്കങ്ങനെ ഞാനങ്ങനെ ഒരു അതിലോട്ട് ഞാൻ സ്വന്തമായിട്ട് ഈ ആകെ ഒരു എൻ്റെ മിനിമം ഇത് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ. പക്ഷേ പിന്നെ ഒരു കാലഘട്ടം ആയപ്പോഴത്തേക്കും മഷ്റൂം, ഈ കുമിളില്ലേ, അതുപോലെ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടു. അതേ രീതിയാണ് എനിക്ക് എഞ്ചിനീയറിംഗ് കോളേജസിനെ കുറിച്ച് തോന്നിയത്. ആദ്യം ഒരു 10 കോളേജാണ് ഞങ്ങളുടെ ഉൾപ്പെടെ കൊടുത്തത്. പിന്നെ അങ്ങോട്ടൊരു എന്താ പറയണ്ട പെരുമഴയായിരുന്നു. അത് കാരണം ഒരുപാട് കോമ്പറ്റീഷനും നിലവാരം കുറഞ്ഞു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പിന്നെ അതിന് എന്താ പറയണ്ട, ഏറ്റവും ഡാമേജിങ് ആയിട്ട് വന്ന കോവിഡ് സമയം. അപ്പൊ അടഞ്ഞു കിടന്ന ആ സമയത്തും അത് കഴിഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. പിന്നെ അതിൽ നിന്നൊക്കെ ഇപ്പൊ നമ്മള് സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് വരുന്നു. എഡ്യൂക്കേഷൻ തുടങ്ങിയ കാലത്ത് ഈ ബയോടെക്നോളജി എന്നൊക്കെ പറഞ്ഞ ഭയങ്കര റഷായിരുന്നു. പിന്നെ പിന്നെ അത് കുറഞ്ഞു. ഓരോ സമയമാകുമ്പോൾ ഓരോ ചേഞ്ചസ് ആണ്. വി ക്യാൻ ഫീൽ ഇറ്റ്. നമുക്കറിയാം ഏതിലേക്കാണ് റഷ് വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് മാറുകയാണ്. കുട്ടികൾക്ക് അറിയാം, അവർക്ക് നമ്മളെക്കാളും വിവരമുണ്ട്. അവർക്ക് ഓപ്ഷൻസ് ഏതെടുക്കണം എന്നുള്ളത് ദേ നോ വെരി വെൽ, മോർ ദാൻ ദ മാനേജ്മെന്റ് ഓർ ദ പേരൻസ്. അപ്പൊ അവരത് തന്നെ വേണമെന്ന് തീരുമാനിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ ഉന്നത വിദ്യാഭ്യാസത്തിന് പലരും വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നവരാണ്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. എന്താണെന്നറിയോ, നമ്മുടെ സിസ്റ്റം ഒന്നും പെർഫെക്റ്റ് അല്ല. നമ്മൾ തന്നെ, ഞാൻ പറയാം, എന്തെങ്കിലും ഒരു കാര്യത്തിന് യൂണിവേഴ്സിറ്റിയിലോ സെനറ്റിലോ എന്തെങ്കിലും ഒക്കെ ഒന്ന് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു കാരണമില്ലാതെ ഒരുപാട് കാലതാമസമാണ്. കുട്ടികൾ അവർ പാടുപെട്ട് പരീക്ഷ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നത് വളരെ ദീർഘമായൊരു കാത്തിരിപ്പാണ്. ലോകത്ത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ എല്ലായിടത്തും എല്ലാം കഴിയുമ്പോഴായിരിക്കും ഇവിടെ എന്തെങ്കിലും ഒന്ന് അനങ്ങി തുടങ്ങുന്നത്. അപ്പൊ നാച്ചുറലി ദേ ഗോ ഫോർ യുനോ ഗുഡ് പാസ്റ്റേഴ്സ്. അവിടെ ആവുമ്പോൾ അവർക്ക് പെട്ടെന്നുള്ള ഇപ്പൊ എൻ്റെ 4ാമത്തെ മോൻ, ഞങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായിട്ട് പോലും അവൻ ചെന്നൈയിലാണ് പഠിച്ചതൊക്കെ. സ്കൂള് 12th ഹൈസ്കൂള് കഴിഞ്ഞിട്ട് ഹി ജസ്റ്റ് വാക്ക്ഡ് ഇൻ ടു സം താജിലോയുടെ വെച്ചായിരുന്നു എൻ്റെ ഓർമ്മ. ഞങ്ങൾ പോലും അറിഞ്ഞില്ല. ഹി വെൻ അപ്രോച്ച് ദൻ. ഓരോരുത്തർ വരുമല്ലോ, ഓരോ ഗ്രൂപ്പ്സ് ഓരോ രാജ്യത്തുനിന്ന്. അവൻ ഓസ്ട്രേലിയയിലേക്ക് പഠിക്കാൻ പോയി. അത് അവരെങ്ങനെ കുറ്റം പറയാൻ പറ്റും? പ്രത്യേകിച്ചും ഈ യങ്സ്റ്റേഴ്സിന് അവർക്ക് ക്ഷമയും കുറവാണ്. ദേ കനോട്ട് വെയിറ്റ് ഫോർ എനിത്തിങ്. ഇവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടുമ്പോൾ ഇറ്റ് ടേക്സ് ഇറ്റ്സ് ഓൺ സ്വീറ്റ് ടൈം. അത് ആരുടെ കുറ്റമാണോന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അങ്ങനെയാണ് നമ്മുടെ രീതി ഓരോന്നിനും. വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരേണ്ട മാറ്റം തോന്നിയിട്ടുള്ള മാഡത്തിന് എന്താണ്? കുറെ കൂടെ ഒരുപാട് ഫ്ലെക്സിബിൾ ആവണം. ഇപ്പൊ തന്നെ ഈ നീറ്റ് എന്ന് പറഞ്ഞ ഒരു തലവേദന ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടികൾ കിടന്ന് സ്ട്രഗിൾ ചെയ്യാണ്. വാട്ട് ഫോർ? ഇപ്പൊ അവർക്ക് ഇപ്പൊ റഷ്യയിലും ചൈനയിലും ഒക്കെ മെഡിസിൻ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പൊ ഈ നീറ്റൊക്കെ കൊണ്ടുവച്ച് കഴിയുമ്പോ അവര് അങ്ങ് എന്താ പറയണ്ടേ, ഒരുതരം മെന്റൽ ടോർച്ചറാണ്. അവർ ഇത്രയും വർഷം 4.5
അല്ല 5.5-6 വർഷത്തോളം ദേ ടേക്ക് ടു ഗെറ്റ് MBBS ഡിഗ്രി. ഇത് കഴിഞ്ഞിട്ട് ഇവർ ഈ നീറ്റിന് വേണ്ടിയിട്ട് നീറുക എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? മലയാളം നല്ല ശുദ്ധ മലയാളത്തിൽ പറഞ്ഞ് അവർ നീറി നീറി പഠിച്ച് പിന്നെ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഫൈനലി ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ കഴിവുള്ള കുട്ടികൾ, നല്ല എക്സലന്റ് റിസൾട്ട്സ് ഉള്ള കുട്ടികൾക്ക് പോലും ദേ കാൺ ക്ലിയർ നീറ്റ്. അവർ ഡിസപ്പോയിന്റഡ് ആയി പിന്നെ ഏതിലെങ്കിലും കോംപ്രമൈസ് ചെയ്ത് അപ്പൊ അവരുടെ ഈ ചുറ്റുപാട് നടക്കുന്ന ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾ വേറെ രാജ്യം തേടി പോകുന്നതിൽ എങ്ങനെയാ അവരെ കുറ്റം പറയാൻ പറ്റുന്നത്? ഇതൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് പറയാന്നല്ലാതെ എത്രയോ നാളായിട്ട് ഞാൻ ഇതൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആരും they have their own reasons, whoever it is. അവരൊന്നും ചെയ്യുന്നില്ല ഒരു കാര്യവും പ്രാക്ടിക്കലായിട്ട്. ഇപ്പൊ നമുക്ക് തോന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ വേറൊരാൾ ചെയ്യുന്ന തെറ്റാണെന്ന് തോന്നും. പക്ഷെ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോഴും ചെയ്യുമ്പോഴും അവർക്ക് അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് കാണും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. പക്ഷെ ഒരു നല്ലൊരു ഉടച്ചു വാർക്കൽ വരാതെ നമ്മുടെ രാജ്യം പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോ അങ്ങേയറ്റം നമ്മുടെ ഇന്ത്യ ഉയർന്ന സ്ഥാനത്താണ്. പക്ഷെ എന്നാലും കുറെ പോക്കറ്റ്സ് ഉണ്ട്, അവിടെയൊക്കെ നല്ല ശുദ്ധീകരണം വേണ്ട നിലയിലാണ്. ഇപ്പൊ മോഹൻദാസ് സാർ എന്ന് പറയുന്ന ഒറ്റയ്ക്ക് പടവെട്ടി വന്ന ആളാണ്. അപ്പോ സാറിന്റെ ഒരു ജേണി എങ്ങനെയായിരുന്നു? സാറിന്റെ ജേർണി, ഞാനിപ്പോ ഞങ്ങളുടെ കല്യാണം നടക്കുന്നത് 79-ലാണ്. അപ്പോഴത്തേക്ക് തന്നെ അദ്ദേഹം കുറച്ച് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരാളാണ്. അമ്മയുടെ സപ്പോർട്ട് കൊണ്ടും അച്ഛൻ മരിച്ചുപോയി വളരെ ചെറുപ്പത്തിലെ, സപ്പോർട്ട് കൊണ്ട് ബിസിനസ്സിലേക്ക് വന്ന ആളാണ്. ഞങ്ങളുടെ കല്യാണം നടക്കുമ്പോൾ 79-ല് ഹി വാസ് കൺസ്ട്രക്ടിങ് നെടുമങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ദ ഫസ്റ്റ് AC തിയേറ്റർ ഇൻ ദാറ്റ് ഏരിയ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ ഇനോഗ്രേഷൻ. ഓവർ ദ ഇയേഴ്സ് ഞാൻ കണ്ടിട്ടുള്ളത് അദ്ദേഹം രാവും പകലും അധ്വാനിക്കുന്ന ഒരാളാണ്. രാത്രിയൊക്കെ തന്നെ ഫോൺ വന്നാലും എടുത്ത് എന്തെങ്കിലും പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും, അതെല്ലാം ഹാൻഡിൽ ചെയ്യും. അതുപോലെ തിരിഞ്ഞു കിടന്ന് ഉറങ്ങും. എനിക്ക് പക്ഷെ അത് പറ്റില്ല. എനിക്ക് ഒന്ന് ഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പാടാണ്. അത് അങ്ങനെയല്ല വേണ്ടത്. ലൈക്ക് ഹിം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഹി ഈസ് ജസ്റ്റ് നോർമൽ. ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഇപ്പം അഗ്രസീവ് ആണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അഗ്രസീവ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. വാട്ട് ഐ ഹാവ് സീൻ, ഹീ ഡസ് ഹിസ് തിങ്സ് വെരി കാംലി. ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ്സ് ആണ്. ഹീ ഈസ് എ വെരി കാം പേഴ്സൺ. ഞാനാണെങ്കിൽ എപ്പോഴും എല്ലാത്തിനും അജിറ്റേറ്റഡ് ആവുന്ന ഒരു ടൈപ്പാണ്. അതുകൊണ്ടായിരിക്കണം ഞങ്ങൾ ബാലൻസ് ചെയ്ത് പോകുന്നത്. പുള്ളി ഓരോരോ ഇങ്ങനെ ഓവർ ദ ഇയേഴ്സ് ഐ ഹാവ് സീനും സ്ട്രഗിൾ ചെയ്യുന്ന സമയങ്ങൾ കണ്ടിട്ടുണ്ട്, റിലാക്സ്ഡ് ആയിരിക്കുന്ന സമയങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ദ തിങ് ഈസ്, എൻ്റെ അടുത്ത് എന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ അറിയിക്കില്ല. ഹി ഈസ് വെരി പ്രൊട്ടക്റ്റീവ്, ഇൻ എ വേ ഗുഡ്, ഇൻ എ വേ ബാഡ്. ബിക്കോസ് എനിക്ക് അതിൽ കൂടെ ഞാൻ പക്ഷേ ദൂരം നിന്നാണെങ്കിലും എല്ലാം കണ്ടു കേട്ട് ഞാൻ ഒരുപാട് പഠിച്ചു. ദാറ്റ്സ് വൈ ഐ ഹാവ് ബിക്കം അറ്റ്ലീസ്റ്റ് ലൈക്ക് ദിസ്. പിന്നെ അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ വന്നപ്പോഴും പുള്ളിക്ക് ബിസിനസ്സും പിന്നെ കൃഷി ഭയങ്കര ഇഷ്ടമാണ്. ഇതിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിലും ഫാമിലി കഴിഞ്ഞിട്ടേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും എല്ലാത്തിലും ഇൻവോൾവ് ആണ്. സ്കൂൾ തലങ്ങളിൽ മാത്രം ഞാൻ മിക്കവാറും ഞാനും എൻ്റെ അമ്മയും ബ്രദറും എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ വലിയ സപ്പോർട്ട്. പക്ഷേ ഒരു ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് അവരൊരു ഓരോരോ ഏരിയാസ് ചൂസ് ചെയ്യുന്ന സമയത്ത് മുതൽ ഹി ആക്റ്റീവ്ലി ഗോട്ട് ഇൻവോൾവ് ഇൻ എവറിത്തിങ്. ആൻഡ് അങ്ങനെ ഓരോരോ ബിസിനസ്സിൽ ഇപ്പോഴും ഞങ്ങൾ പറയും, പലരും പറയും കുറച്ചെങ്കിലും ഒന്ന് സാറ് റിലാക്സ് ചെയ്യണം, റെസ്റ്റ് എടുക്കണം. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വിൽ എവർ ഹാപ്പൻ ബിക്കോസ് ഹി ഈസ് മെയ്ഡ് ലൈക്ക് ദാറ്റ്. ഒരുപാട് ബുദ്ധിമുട്ടുകളും ഇപ്പോഴും എപ്പോഴും ഗ്രാഫ് ഒരുപോലെ ആയിരിക്കില്ലല്ലോ. കയറ്റം കയറും, ഇറങ്ങും, പിന്നെയും എങ്ങനെയെങ്കിലും പിടിച്ചു കയറും, അങ്ങനെ പോകുന്നു ലൈഫ്. മാഡത്തിന് നൽകിയ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? എന്തോ എനിക്ക് നൽകിയ സപ്പോർട്ട്, ഇത് സപ്പോർട്ട് ഞാൻ തന്നെ ഏതാണ്ടൊക്കെ കുറെ പിടിച്ച് വാങ്ങിച്ചതാണ്. ബിക്കോസ്
എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ബ്രദറും ഒക്കെ എന്നെ വളരെ പ്രൊട്ടക്ട് ചെയ്താണ് വളർത്തിയത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചു വന്നപ്പോഴും എന്നെ അതിലും പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് കൊണ്ടു നടന്നത്. അപ്പം എന്നെ ഈ റാഷ് ആയിട്ടുള്ള ഏരിയാസിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വലുതായിട്ട് ഇടപെടിപ്പിക്കില്ല. അങ്ങനെ മക്കൾ വളർന്നപ്പോഴോ അവരതിനേക്കാളും പ്രൊട്ടക്റ്റീവും എന്നെ 5 പേരിൽ ഏറ്റവും ഇളയതായിട്ടാണ് അവരെന്നെ ട്രീറ്റ് ചെയ്തത്. അതൊക്കെ സഹിക്കാം. ചെറുമക്കൾ വന്നപ്പോഴോ മൂത്ത മകന് 2 പെൺകുട്ടികളാണ്. മൂത്ത ആളിപ്പം 12th ആ ലെവലിലാണ്. പിന്നെ ഒരാൾ എൻ്റെ താഴെ. രണ്ടാമത്തെ മകന് ഒരു മകള്. പിന്നെ മൂന്നാമത്തെ മോന് ഒരു മോളും ഒരു മോനും. ഈ മൂന്നാമത്തെ മോൻ വരെ എന്നെ ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആണ്. അത് എൻ്റെ ഒരു തലയിലെഴുത്തായിരിക്കണം. ഞാൻ ഒരു ബാഡ് സെൻസിൽ പറയുന്നതല്ല, അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി എന്നും പറഞ്ഞ് ഞാൻ ഒരുപാട് ആരുടെയും ലൈഫ് പെർഫെക്റ്റ് അല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും. എല്ലാവർക്കും തോന്നുന്നു ഇവർക്ക് എന്തിന്റെ കുറവാണ്, അല്ലെങ്കിൽ എന്താണ് ഇവർക്ക് ലാക്കിങ്. പക്ഷെ അങ്ങനെയല്ല. നമുക്കേ അറിയുള്ളൂ നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളും, വാട്ട് വി ഗോ ത്രൂ, വാട്ട് വി ആർ ഫേസിങ്. പക്ഷെ അതെല്ലാം ആണെങ്കിൽ പോലും ഞങ്ങൾ രണ്ടുപേരും മേക്ക് ഇറ്റ് എ പോയിന്റ് ടു ബി ആസ് നോർമൽ ആസ് പോസിബിൾ. പിന്നെ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണുക എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ പരിഹാരം ഈശ്വരൻ തരും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം. നമ്മുടെ ജീവിതം ഈശ്വരൻ അർപ്പിച്ച് ജീവിക്കുന്ന കുറച്ച് വ്യക്തികളാണ് എല്ലാവരും. ഞങ്ങളുടെ ഭാഗ്യത്തിന് ഞങ്ങളുടെ മക്കളും ഈ കുഞ്ഞുങ്ങളെ പോലും അദ്ദേഹം എനിക്ക് തോന്നുന്നൊരു എത്ര വർഷമായിട്ട് ശബരിമല പോവും. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ കൊച്ചായിരുന്നപ്പോ പോലും അവരെ തോളത്ത് നമ്മുടെ സ്റ്റാഫൊക്കെ ഉണ്ട്, നല്ല ആരോഗ്യമുള്ള അവരൊക്കെ തോളത്തിരുത്തിയാണ് ശബരിമല കൊണ്ടുവന്നത്. അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കണം ആ ഒരു അടിസ്ഥാനം എല്ലാവരിലും ഉണ്ട്. പിന്നെ മരുമക്കൾ വന്നപ്പോഴും മൂത്തയാളുടെ വൈഫ് മീര, രണ്ടാമത്തെ മോന്റെ വൈഫ് സുനന്ദ, മൂന്നാമത്തെ മകന്റെ വൈഫ് നന്ദിനി, നാലാമത്തെ മോന്റെ വൈഫ് അഖില. ഇവരെല്ലാം തന്നെയും ഭാഗ്യത്തിന്, അതൊക്കെ ഭാഗ്യം എന്ന് വേണം പറയാൻ, അവരെല്ലാം നമ്മുടെ രീതി നമുക്ക് ഒരുപാട് വ്യത്യാസമൊന്നും വേണ്ടി വന്നില്ല. അങ്ങനെ തന്നെയാണ് ഇപ്പൊ അടുത്ത ജനറേഷന് ഈ കൊച്ചമ്മമാരും എല്ലാം അവര് വളർത്തിക്കൊണ്ടുവരുന്നത്. മാഡത്തിന് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത വ്യക്തി ആരാണ് ജീവിതത്തിൽ? എൻ്റെ ജീവിതത്തില് എനിക്ക് ഭാഗ്യം കൊണ്ട് ഒരുപാട് സ്ത്രീകൾ, പ്രത്യേകിച്ച് കമലാദാസ് തുടങ്ങി കൊച്ചിലെ മുതല് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വളരെ അടുപ്പമുണ്ടായിരുന്നതാണ്. അപ്പോ എനിക്ക് ഏറ്റവും നല്ല ആഭരണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എന്താ പറയണ്ട, ഗോൾഡൻ ഡയമണ്ട്സ് അങ്ങനെയൊന്നും അല്ല, ഫ്യൂ പീസസ് ഐ സ്റ്റിൽ ചെറിഷ് ദാറ്റ്. അതെല്ലാം എനിക്ക് തന്നിട്ടുള്ള കമല ആൻറ്റി, പിന്നെ അങ്ങനെ ശശിയമ്മ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫോസ്റ്റർ മദർ മാതിരി ഒരുപാട് സുഹൃത്തുക്കളും, ഈവൻ കൊച്ചാൾക്കാർ പോലും നമ്മൾ മീറ്റ് ചെയ്യുന്ന ഓരോരുത്തരും ഓരോ പാഠശാല. ഈവൻ നമ്മുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളോ പെണ്ണോ ആണോ ആരാണെങ്കിലും, ഈച്ച് പേഴ്സൺ ഗീവ്സ് യു എ ലെസൺ ഇൻ അവർ ലൈഫ്. പിന്നെ യേശുദാസൻ ഫാമിലി, അവര് ഞങ്ങളുടെ വളരെ ക്ലോസ് ആണ്. ഈ ക്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു രീതിക്ക് അനുസരിച്ച് നമ്മൾ ആരെ അങ്ങോട്ട് പോയി ഉപദ്രവിച്ച് അല്ലെങ്കിൽ നമുക്ക് അവരുടെ വാലയെ തൂങ്ങി അങ്ങനെ നടക്കുന്ന ഒരു ടൈപ്പ് അല്ല ഞങ്ങൾ രണ്ടുപേരും. അവരായിട്ട് ഇങ്ങോട്ട് വന്ന് നമ്മുടെ അടുത്ത് സൗഹൃദം, സ്നേഹം അങ്ങേയറ്റം നമുക്കത് ചെറിഷ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പേര്. സീമ എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് എൻ്റെ അച്ഛനും വളരെ രോഗിയായിട്ട് ചെന്നൈയിൽ കിടക്കുകയായിരുന്നു. ആ സമയത്ത് അച്ഛൻ ബെഡ് റിഡൻ ആയിരുന്നു, ഒരു സർജറി കഴിഞ്ഞിട്ട്. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അവളാണ്. അപ്പൊ എല്ലാരും വിചാരിക്കും നടി സീമ എന്ന് പറയുമ്പോൾ എല്ലാരും അവളുടെ രാവുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലാണ് കാണുന്നത്. പക്ഷേ ആസ് എ പേഴ്സൺ ഷീ ഈസ് എ വണ്ടർഫുൾ ഹ്യൂമൻ ബീങ്. ഒരു സിനിമയുടെ ഒരു ജാടകളും ഇല്ലാതെ. 2 ദിവസത്തിന് മുമ്പ് ഞാൻ ചെന്നൈയിലുണ്ടായിരുന്നു. അപ്പോൾ അവളെ ഒരു പണി എന്ന് പറഞ്ഞ സിനിമ ഇപ്പൊ റിലീസായല്ലോ, ഷീസ് ഇൻ ഇറ്റ്, ഒരു നല്ല റോളാണ്. അപ്പം
നല്ല അതിനെക്കുറിച്ചൊരു അവരൊരു ഇതെടുക്കാനായിട്ട് വന്നു. അപ്പൊ അവളുടെ ഇന്റർവ്യൂ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു, അവളെപ്പോഴും പറയും സാധാരണ സിനിമാക്കാരെയാണ് നമ്മൾ സാധാരണക്കാര് പകർത്തുന്നതും അവരെ പോലെ ആകാൻ ശ്രമിക്കുന്നത്. പക്ഷെ അവള് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒരുപാട് റാണിമ്മ തന്നെ എന്നെ വിളിക്കുന്നു, എന്നെ ഒരുപാട് കോപ്പി അടിക്കുന്നു, ഞാൻ നിന്നെയാണ് കോപ്പി അടിക്കുന്നതെന്ന് പറയും. പക്ഷെ അവളുടെ സംസാര രീതിയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കോപ്പി അടിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ലൈഫിൽ ഒരുപാട് നല്ല ആൾക്കാർ ഇപ്പൊ തന്നെ ഏറ്റവും അടുത്ത് ദേവനന്ദ എന്ന് പറഞ്ഞ മോള്, അവള് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ആള് നിങ്ങളെല്ലാം അറിയുമായിരിക്കുമല്ലോ, മറ്റേ മൂവി ഏതാണ്, മാളികപ്പുറം. അവള് പോലും ഞാൻ പറയും അവളുടെ അടുത്ത് നിന്ന് കണ്ടുപിടിക്കാൻ ഒരുപാടുണ്ട്, കുട്ടിത്തരങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഒരു 11 വയസ്സുള്ള 12 അവൾക്ക് വയസ്സുള്ള കുട്ടിയുടെ ഒരു ഇതല്ല അവൾക്ക്. അവള് ഭയങ്കര മെച്ചുവർ ഫോർ ഹർ ഏജ് ആൻഡ് ഓൾ ദാറ്റ്. അവളുടെ അടുത്തുനിന്ന് പോലും നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഒരുവിധപ്പെട്ട എൻ്റെ നമുക്ക് നല്ലതും ചീത്തയും എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മളുമായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരെ വെച്ച് നമുക്ക് അറിയാൻ പറ്റും. അതിൽ നിന്ന് നമ്മൾ അത് നല്ലത് വേർതിരിച്ചെടുക്കാൻ നോക്കുക. എൻ്റെ ലൈഫിലുള്ള എല്ലാവരും, എൻ്റെ അച്ഛൻ്റെ അമ്മ, എൻ്റെ അമ്മയുടെ അമ്മ, എല്ലാവരെയും ഞാൻ കണ്ടു വളർന്നതാണ്. എൻ്റെ ബ്രദർ, പിന്നെ ഞങ്ങളുടെ മക്കൾ കല്യാണം കഴിച്ചിരിക്കുന്ന ഓരോ മക്കളുടെ അച്ഛനമ്മമാര്, എല്ലാവരും നമ്മുടെ ഒരു സ്വത്താണെന്ന് പറയാം. നമുക്ക് ആ ലൈഫിൽ അങ്ങനെ വരും. പിന്നെ എല്ലാം പെർഫെക്റ്റും അല്ല, അത് വേറൊരു വശം അതിൻ്റെ. ഞാൻ ഓരോരുത്തരെയും നമ്മൾ അവരുടെ നന്മ കണ്ട് നല്ല വശം നമ്മൾ എടുക്കുക, നല്ലത് നമ്മളും പകർത്താൻ ശ്രമിക്കുക. അതാണ് എൻ്റെ ലൈഫിൽ. അത് നമ്മൾ വേണമെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം ഒരുപാടൊരു ഞാൻ പറയും, നമുക്ക് സ്വന്തക്കാരെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ഫാമിലി അങ്ങ് ഇവിടെയാണ്, എന്താണ് തിക്കുറിശി, ആ സ്ഥലം തിക്കുറിശി അങ്കിളൊക്കെ അവർ അച്ഛനും ഒക്കെ ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ അമ്മയാണെങ്കിൽ കൊല്ലത്തുനിന്ന് വന്ന് ഇവിടെ പറിച്ചു നട്ട്. അപ്പൊ അമ്മയുടെ റിലേറ്റീവ്സ് അങ്ങനെയൊന്നും ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് വളരെ കുറവാണ്. എനിക്കാണെങ്കിൽ ആകെ ഒരു ബ്രദറേ ഉള്ളൂ. സാറിന്റെ സിബ്ലിങ്സും എല്ലാവരും ഉണ്ട്. അവരൊക്കെ വളരെ സപ്പോർട്ടീവാണ്. ഞങ്ങള് ഒരു സിസ്റ്റർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഓരോരുത്തരും ഞാൻ അതാ പറഞ്ഞ, ഈ നമ്മുടെ ലൈഫിൽ വന്ന് ചേരുമ്പോ നമുക്ക് അതൊരു നമ്മുടെ ലൈഫ് എന്താ പറയണ്ട, എന്തോ ഒരു ഇതൊക്കെ പൂർത്തീകരിക്കാനായിട്ട് ഓരോരുത്തർ എത്തിച്ചേരുന്ന ഒരു രീതിയാണ്. പിന്നെ ഞാൻ എൻ്റെ മക്കളെന്ന് പറയണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന, എനിക്കും ആ മാതൃതുല്യമായി എനിക്ക് 5 മക്കളെ പെറ്റ് വളർത്തിക്കൊണ്ടൊക്കെ ആയിരിക്കണം ഒരു സ്നേഹം എല്ലാരോടും തോന്നും. ഏത് പ്രായം, അതിന് പ്രായമൊന്നുമില്ല. ഞാനും സാറും കൂടെ ഒരു എനിക്കറിഞ്ഞൂടെ എത്ര നൂറുകണക്കിന് കല്യാണങ്ങൾ ഞങ്ങളായിട്ട് ഒഫീഷ്യേറ്റ് ചെയ്ത് നടത്തി കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാം സക്സസ്ഫുൾ ആണെന്നൊന്നും പറയാനൊക്കില്ല. ഒരുപാട് ഫ്ലോപ്സ് ഉണ്ട്, എന്നാൽ ഒരുപാട് പേര് നന്നായിട്ടിരിക്കുന്നുമുണ്ട്. ഇപ്പോഴും നമുക്കുള്ളിലുള്ള സ്നേഹം അല്ലെങ്കിൽ നമ്മുടെ നല്ല ഇത് അവർക്ക് പകർന്നു നൽകുക. അതിപ്പം നമുക്ക് പൈസയും ഇതുണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ ഓരോ ക്വാളിറ്റീസ് ആണ് നമ്മൾ പകർന്നു നൽകുന്നത്, വിച്ച് മണി കാൺ ബൈ. അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഒരു ചാരിതാർത്ഥ്യമുണ്ട്, ഈശ്വരനോട് അങ്ങേ അറ്റത്തെ കടപ്പാടും നന്ദിയും ഉണ്ട്. ഇപ്പൊ കാലം എത്ര മാറിയെന്ന് പറഞ്ഞാലും സ്ത്രീകള് ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെതായ നെഗറ്റീവ്സ് ഉണ്ട്. അപ്പം ഇനി സ്ത്രീ സംരംഭകർക്ക് നൽകാൻ പറ്റുന്ന കുറച്ച് മാഡത്തിന്റെ ഉപദേശം. ഞാൻ ഒരുപാട് പേര് ഞങ്ങളുടെ ഒരു പ്രണതി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിലൊക്കെ ഒരുപാട് സംരംഭകരുണ്ട്. അവരെ ഒക്കെ കാണുമ്പം ശരിക്കും പറഞ്ഞ അഭിമാനം തോന്നും, എനിക്ക് അടുത്തറിയാവുന്ന. പിന്നെ ദൂരം നിന്നൊക്കെ കാണുമ്പോൾ ഉള്ള ഒരുപാട് സ്ത്രീ രത്നങ്ങൾ, അവർക്കൊക്കെ ചെയ്യാൻ കഴിയുന്നത് ചിലപ്പോൾ പുരുഷന്മാർക്ക് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ഐ ആം നോട്ട് എ ഫെമിനിസ്റ്റ്. ഞാൻ ഒരിക്കലും ഫെമിനിസം വാദിക്കുന്ന ഒരാളല്ല. പക്ഷെ സ്ത്രീകൾക്ക് ശക്തി വേണം, അവർക്ക് അത് പ്രകടിപ്പിക്കാൻ കഴിയണം. ശക്തി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു അമ്മ വീട്ടിലിരുന്ന് ഒരു എക്സ്പോഷറും ഇല്ലാതെ അവരിരുന്ന് അവരുടെ മക്കളെ വളർത്തി അവരെ വലിയ നിലയിലാക്കുന്നു. അതൊരു ഏറ്റവും വലിയ സ്ത്രീ രത്നമാണ്.
അവര് സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അതാണ് കുറെ നല്ല മക്കളെ കൊടുക്കുക എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് ടു ദ സൊസൈറ്റി, ടു ദ വേൾഡ്. അപ്പോൾ ഇവരൊക്കെ ഞാൻ പറയുന്നത് ഏറ്റവും നന്നായിട്ട് അച്ചടക്കം വേണം നമുക്ക്, സിമ്പതിയും എമ്പതിയും വേണം, ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. നമ്മൾ വളഞ്ഞ വഴി എടുക്കാൻ നോക്കിയാൽ ഒരിക്കലും നമ്മൾ നേർവഴിക്കത്തില്ല. എപ്പോഴും അത് വളഞ്ഞു വളഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. കൊണ്ട് അതൊന്നും ഇല്ലാതെ നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാൻ നോക്കുക. ആരെയും നമ്മൾ സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക. അതൊക്കെയാണ് ഇനിയുള്ള ജനറേഷൻ ചെയ്യേണ്ടത്. കുറെ പേര് എനിക്ക് തന്നെ നേരിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് എനിക്കറിയാം. ഒരുപാട് പേര് നന്മയുടെ നിറകുടങ്ങൾ ഉണ്ട് ഈ ലോകത്ത്. അതുകൊണ്ട് ലോകത്തിന് നല്ല ഹോപ്പുണ്ട്. പിന്നെ വളർന്നു വരുന്ന ജനറേഷനും തീർച്ചയായിട്ടും അത് ഇംബൈബ് ചെയ്യുന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം. മാഡത്തിന്റെ ഇനിയുള്ള ഡ്രീമിനെ കുറിച്ചൊന്ന് പറയാമോ? ഇനിയുള്ള ഡ്രീം എന്നാ, എൻ്റെ മക്കള് കേൾക്കുകയാണെങ്കിൽ ഒരു തലയും കുത്തി കിടന്ന് ചിരിക്കും. എൻ്റെ ഏറ്റവും ഇളയ ചെറുമോളുടെ കല്യാണം കാണണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഐ എം ഓൾവേസ് റെഡി ഫോർ വാട്ട് എവർ. ഡ്രീമായിട്ട് എനിക്ക് എല്ലാം വന്ന് ഭവിച്ച് ഇങ്ങനെ ലൈഫിൽ ഒന്നിനും വേണ്ടി ഞാൻ ഒരു മൂന്നാമത്തെ കുഞ്ഞ് ആയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ വീട് കൺസ്ട്രക്ഷൻ നടക്കുന്നേ ഉള്ളൂ. രണ്ടാമത്തെ മോന്റെ ജനനം കഴിഞ്ഞിട്ടാണ് അത് തുടങ്ങിയത്. 3-4 വർഷം എടുത്ത്. അപ്പൊ പോലെ എനിക്കങ്ങനെ വലിയൊരു സങ്കല്പം, ആ വീട് ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും, ഇതൊന്നും ഞാൻ അങ്ങനത്തെ ഒരു നോട്ട് ദാറ്റ് ഐ എം പേഴ്സൺ ഹു ഇസ് നോട്ട് മെറ്റീരിയലി ഇൻട്രസ്റ്റഡ്. എനിക്ക് ഭംഗിയുള്ളത് എന്തും ഇൻക്ലൂഡിങ് യു ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. എനിക്ക് വേറെ വലിയ ഡ്രീംസ് അല്ലെങ്കിൽ എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം. ലോകത്തിന് എന്നെ കൊണ്ട് കഴിയുന്ന കോൺട്രിബ്യൂഷൻ ഇൻ എ പോസിറ്റീവ് വേ, എന്നിൽ എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ അത് പകർന്നു നൽകാൻ കഴിയുക, നിർലോഭമില്ലാതെ സ്നേഹിക്കാൻ കഴിയുക. ഇതൊക്കെ ഉള്ളൂ എൻ്റെ വലിയ ഡ്രീംസ് എന്ന് പറയുന്നത്. അല്ലാതെ എനിക്കിപ്പോൾ ബാക്കിയെല്ലാം ഇപ്പൊ എന്ത് വന്നാലും ഞാൻ ചിലപ്പോൾ റിയാക്ട് ചെയ്യും. എനിക്ക് ഏറ്റവും വിഷമമുള്ള ഒറ്റ കാര്യമുള്ളൂ, എന്നെ തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ എന്നെ താഴ്ത്തി കെട്ടുകയോ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ വയലന്റ് ആവും. പക്ഷെ എനിക്ക് ആര് സ്നേഹം തന്നാലും 5 ഇരട്ടി തരികയാണെങ്കിൽ ഞാൻ അതൊരു 200 ഇരട്ടിയായിട്ട് അങ്ങോട്ട് കൊടുക്കും. മാഡത്തിന്റെ പാഷനെ കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എനിക്ക് എൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ സത്യം പറഞ്ഞ എൻ്റെ കുടുംബം, മക്കള്, പിന്നെ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ ഒക്കില്ല. ഞങ്ങളുടെ സ്റ്റാഫ് തന്നെ എത്രയോ വർഷമായിട്ടുള്ളവരാണ്, ഒരുപാട് വർഷങ്ങൾ. എല്ലാവർക്കും നല്ലത് വരണം. ഈ ഇടയ്ക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച ചെന്നൈയിലുണ്ടായിരുന്നു പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ 22 വർഷം നിന്ന ഒരു കുട്ടി, അവളുടെ കല്യാണമായിരുന്നു. അതിനാണ് ഞാൻ പോരുന്നത്. അന്ന് എനിക്കുണ്ടായ ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ അവള് നഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അവളൊരു പെർഫെക്റ്റ് പേഴ്സൺ ആണ്. പക്ഷെ വേറെ ആരെയും അവള് ടോളറേറ്റ് ചെയ്യൂല. ആ വീട്ടിൽ നിന്ന കുട്ടിയുടെ കല്യാണം എനിക്കൊരു എന്താ പറയണ്ട, എൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നിയ സ്നേഹവും ആ മാതൃത്വവും എല്ലാം പറഞ്ഞറിയിക്കാൻ ഒക്കില്ല. അത് മുഴുവനും നമുക്ക് കാണിക്കാനും ഒക്കില്ല. അവര് വേറെ രീതിയിൽ അത് തെറ്റിദ്ധരിക്കുക. അവർക്കൊന്നും കൊച്ചു ബുദ്ധിയല്ലേ. പക്ഷെ എനിക്ക് അന്ന് അവളുടെ കല്യാണത്തിന് പോയി അവിടെ നിന്നപ്പോൾ ഉള്ള ആ ഒരു സംതൃപ്തിയും സന്തോഷവും ഇത് പറഞ്ഞറിയിക്കാൻ ഒക്കാത്തതാണ്. അതുപോലെയൊക്കെ അങ്ങനെ അങ്ങ് ജീവിച്ചു പോണം. എനിക്ക് പറ്റുന്ന എനിക്ക് ചെയ്യാൻ കഴിയണം. അത് മാത്രമേ ഉള്ളൂ ഈശ്വരനോടുള്ള ഒരു പ്രാർത്ഥന. ബിസിനസ്സിലുള്ള ഫ്യൂച്ചർ പ്ലാൻസ്, പുതിയ പ്രോജക്ട്സ് അങ്ങനെ എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ഞാൻ എപ്പോഴും പറയും ഈശ്വരന്റെ കയ്യിലാണ്. നമ്മൾ ഓരോന്ന് ചിന്തിക്കുന്നു, പ്ലാൻ ചെയ്യുന്നു, പക്ഷെ അത് ഡിസൈഡ് ചെയ്യുന്നത് അങ്ങ് മുകളിലിരുന്ന ഒരു ശക്തിയാണ്. അത് ഓൾറെഡി ഡിസൈഡഡ് ആണ്. പക്ഷേ നമ്മളിപ്പോൾ എല്ലാ ഫീൽഡിലും ഉണ്ട്. അത് വേണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ
അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്തതല്ല. എല്ലാം ഒരു വന്ന് ഭവിക്കുന്ന ഒരു ഇതാണ്. ഹോട്ടൽസിലായിരുന്നു മെയിൻ ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങള് ഫാർമസ്യൂട്ടിക്കൽസിലോട്ട് അത് കൊണ്ടുപോയി. പിന്നെ ഇത് ടാറ്റ മാരുതി കാസിന്റെ ഡീലർഷിപ്പ്, പിന്നെ തിയേറ്റേഴ്സ് ഉണ്ട്, പിന്നെ പ്ലാന്റേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരുപാട് പേര് അതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് വലിയ ഗുണങ്ങളൊന്നും ഇല്ല. പിന്നെ ഉള്ളത് സാറിന് കൃഷി കാര്യങ്ങളിലൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പൊ ഒരുപാട് സ്ഥലത്ത് ഈ കൃഷി ഒക്കെ ചെയ്യുന്നുണ്ട്. മലക്കറിയും വെജിറ്റബിൾസും ഒരു മരുന്നൊന്നും അടിക്കാതെ അങ്ങനെ. പിന്നെ ഇല്ലാത്ത മേഖലകൾ ഏതാണെന്ന് ചോദിച്ചാൽ തിയേറ്റർ ഉണ്ട്. പിന്നെ ഒരു ഓൺലൈൻ, എൻ്റെ അച്ഛൻ നടത്തിയിരുന്ന ഒരു ഓൺലൈൻ പത്രമുണ്ട് ഈ നാടെന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഓൺലൈൻ ഇപ്പൊ ഞാനും എൻ്റെ ബ്രദറും കൂടെ തുടങ്ങി. ശിവജി എന്നാണ് എൻ്റെ ബ്രദറിന്റെ പേര്. അത് കുറെ നാളായിട്ട് ഒന്നും ഇതായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ആ ടൈറ്റിൽ തന്നെ വെച്ച് ഒരു ചെറിയൊരു ഓൺലൈൻ ചാനൽ. അങ്ങനെ ഓരോരോ ഒരുവിധപ്പെട്ട എല്ലാ മേഖലകളും ആയില്ലേ. പിന്നെ കോളേജ്, മോഹൻദാസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. അതിൽ വി ആർ പുട്ടിങ് a heart and soul into it because ഒരുപാട് എന്താ പറയണ്ട കടമകൾ കടന്ന് നമ്മളിങ്ങനെ ഒരു ഒരു ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്താ പറയണ്ട, ഞാനും സാറും ഇവിടുന്ന് മാറി നിൽക്കുമായിരുന്നു അഡ്മിഷന്റെ പ്രഷർ കാരണം. ഇപ്പൊ കുറച്ചൊരു അതിലൊന്ന് ഒരു ഭയങ്കര ഒരു ടിപ്പ് വന്നു. കുട്ടികളുടെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ കുറെ അവസ്ഥകളുണ്ട് അതില്, കോവിഡ് ഉൾപ്പെടെ. അത് കഴിഞ്ഞിട്ട് ഇപ്പം വി ആർ സ്ലോലി റിവൈവിങ് ഇറ്റ്. അപ്പം അതിലാണ് ഏറ്റവും മെയിൻലി ഞങ്ങൾ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സ്ഥാപനത്തിലെ കുട്ടികളുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിന് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? വളരെയധികം. അവര് എന്ത് ഒരു നിസ്സാര കാര്യമാണെങ്കിലും അവരെന്തെങ്കിലും ഒരു നല്ലൊരു, ഞങ്ങൾ ഒരുപാട് വർക്ക്ഷോപ്സ്, ഒരുപാട് എക്സിബിഷൻസ്, ഒരുപാട് അവരെ മാക്സിമം എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ. നമ്മൾ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ആരെങ്കിലും കുറച്ച് പേരെങ്കിലും വന്ന് മാം ഞങ്ങൾ അവിടെ പഠിച്ചാണ്, സാർ ഞങ്ങൾ അവിടെ പഠിച്ചാണ്, ആ ഇയർ ആണ് ഈ ഇയർ ആണ്, എവിടെ പോയാലും അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ടല്ലോ. അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കുട്ടികളെ അവർക്ക് പഠിക്കുമ്പം അവിടെ ഞങ്ങൾ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. പഠിക്കുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ ആ പ്രായത്തിൽ തോന്നും. പക്ഷെ അവര് പിന്നെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അലൂമിനിയ ഒക്കെ ആയിട്ട് ഒരുപാട്, ഞങ്ങൾ അലൂമിനിയുടെ ഒരു കൂട്ടായ്മയുണ്ട്. അതിനൊക്കെ വരുമ്പോഴാണ് അവര് ദേ ആർ സോ ഹാപ്പി. ആൻഡ് അവർ പറയാം അന്ന് അങ്ങനെ ഞങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇപ്പം ഈ നിലയ്ക്ക് എത്താൻ പറ്റിയത്. ഒരുപാട് നല്ലതായിട്ട് എക്സൽ ചെയ്യുന്ന കുട്ടികളും ഉണ്ട്. IAS, IPS, പൈലറ്റ്സ്. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ഒരുപാട് പ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. മാഡം എങ്ങനെയാണ് കാണുന്നത്? ഗുരു എന്ന് പറയുന്നത് ഇപ്പൊ അത് ഞങ്ങൾ ഈഴവ സമൂഹത്തിൽ ജനിച്ചുകൊണ്ട് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അച്ഛനും അമ്മയും പകർന്നു തന്ന വാല്യൂസ്, ഗുരുവിനെ കുറിച്ചുള്ളത്, പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഗുരുക്കന്മാര്, ശാശ്വതികാനന്ദ സ്വാമി തുടങ്ങി ഒരുപാട് സ്വാമിമാരും ഒക്കെ നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടൊന്നും അല്ല. പക്ഷെ ഗുരു എന്ന് പറയുമ്പോ ഇപ്പൊ ഞാനൊരു ഏതൊരു ചെറിയൊരു ടോക്ക് ആണെങ്കിൽ പോലും ഞാനത് തുടങ്ങുന്ന ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ. അത് ചൊല്ലിയിട്ടേ ഞാൻ തുടങ്ങാറുള്ളൂ. ഇവൻ പൂജ ചെയ്യുമ്പോഴും വിളക്ക് കത്തിക്കുമ്പോഴും ഒക്കെ. അത് നമ്മളിൽ അങ്ങ് നമ്മുടെ അസ്ഥിയിലും രക്തത്തിലും മജ്ജയിലും എല്ലാം നമ്മുടെ ചേതനകളിലൊക്കെ പിടിച്ചു കിടക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ആ വിഷൻ ഇപ്പോഴത്തെ ഏറ്റവും ശ്രീനാരായണ ഗുരു ആക്ച്വലി ഒരു ആധുനിക യുഗത്തില് ജീവിച്ചിരുന്ന ഗുരുവാണ്. വളരെ അതിലും കൂടെ ജീവിക്കാൻ അദ്ദേഹത്തിന് പറ്റി. വളരെ കുറച്ചു മുമ്പാണ് ജനിച്ചതെങ്കിലും. പക്ഷെ അദ്ദേഹത്തിന്റെ വിഷനും അന്നത്തെ ആ ഒരു ഇതുമൊക്കെ നമ്മളെ സ്തബ്ധരായിട്ട് ഇരുന്ന്
അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയും. ഒരു വല്ലാത്തൊരു വികാരമാണ് അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ആ, ഇതിലേക്ക് എന്താ ഓരോരോ കൃതികളിലേക്കും അദ്ദേഹത്തിന്റെ ഓരോ ദൈവങ്ങളെ കുറിച്ചുള്ള ഈ കണ്ണാടിയും കല്ലും ഒക്കെ പ്രതിഷ്ഠിച്ച ആള് എത്ര മനോഹരമായിട്ടാണ് ഈശ്വരനെ വർണ്ണിച്ചിരിക്കുന്നത്. അത് നമ്മൾ റിലീജിയസ് ആയതുകൊണ്ട് മാത്രമല്ല, അല്ലാതെ തന്നെ ഈവൻ നോൺ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ പോലും അതിനെക്കുറിച്ച് എത്ര എത്ര ഭംഗിയായിട്ടാണ് അവരത് ഉൾക്കൊള്ളുന്നതും അതിനെക്കുറിച്ച് അവരതിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ട് വളർന്നിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ പോലെയല്ല, നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അച്ഛൻ ഭക്തിയൊന്നും വെളിയിൽ കാണിക്കുന്ന ആളല്ല. എൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെ എന്താ പറയണ്ട, രാവിലെ പൂജമുറിയൊക്കെ തേച്ച് കുളിപ്പിച്ച് അങ്ങനെ കണ്ടു വളർന്നതാണ് ഞാൻ. പക്ഷെ അച്ഛൻ ഇങ്ങനെ പുറമേ കാണും. പക്ഷെ ഗുരുദേവനെ കണ്ട അച്ഛൻ കണ്ണും അടച്ചിങ്ങനെ എന്തോ ഭയങ്കര ഗുരുദേവന്റെ ഒരു പടമോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയോ എന്തെങ്കിലും വരുമ്പോ സാഷ്ടാംഗം പ്രണമിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛൻ വലിയ ഒരു ടെമ്പിൾ ഗോയർ ഒന്നും അല്ല, അമ്പലങ്ങളിലൊന്നും ഞങ്ങളെ പോലെ ഒന്നും അങ്ങനെ. ഞാൻ അങ്ങനെയായിരുന്നു, എൻ്റെ അമ്മ അങ്ങനെയായിരുന്നു. എന്നെ കല്യാണം കഴിച്ച ഭർത്താവാണെങ്കിൽ ഞങ്ങളെക്കാളും ഭക്തനാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. അപ്പൊ അദ്ദേഹം വേറെ രീതിയായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇത്രയും എൻ്റെ പ്രാർത്ഥനയിലും അല്ലെങ്കിൽ എൻ്റെ റിലീജിയസ് ആക്ടിവിറ്റീസിലും ഒന്നും ഇടപെടാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ ഭാഗ്യത്തിന് അതൊക്കെ ഈശ്വരന്റെ കടാക്ഷം, ഈശ്വരന്റെ നിശ്ചയം, അങ്ങനെ ഒന്ന് വന്നു വിട്ടു. ഞങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. രാവിലെ ഞങ്ങൾ രണ്ടുപേരും കുളിച്ച് ആരെങ്കിലും ഒരാൾ പൂജമുറിയിൽ നാമം ജപിച്ച് വിളക്ക് കത്തിക്കും, പ്രാർത്ഥിക്കും. പ്രാർത്ഥനയിലാണ് തുടങ്ങുന്നത് നമ്മുടെ ലൈഫ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ അതൊരു ചിട്ടയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ടൈമാണ് അത്രയും സമയം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ഓരോരുത്തരും അവരവരുടെ പ്രവൃത്തികളിലേക്ക് പ്രവേശിക്കുന്നത്. മക്കളാണെങ്കിലും അതെ, അതിനെല്ലാം നമ്മുടെ കൂടെ ഉള്ള കുട്ടികളാണ്. മക്കളും അതെ, വന്ന മക്കളും അതെ. നമുക്ക് വേണ്ടി ഇത്രയും നേരം സമയം ചെലവഴിച്ച റാണി മാഡത്തിന് ഒരുപാട് നന്ദി. Thank you so much for being here and considering me. എനിക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, വേറൊന്നും അല്ല. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒക്കെ ചെറുതായിട്ടെങ്കിലും 1% അവർക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു ചേഞ്ച് വരുന്നെങ്കിൽ ഐ വിൽ ബി സോ ഹാപ്പി. കൃതാർത്ഥയായി.